ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ മൈക്രോഗ്രീൻസ് എന്താണെന്നും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും മൈക്രോഗ്രീൻസ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി വളർത്താമെന്നും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ മൈക്രോഗ്രീൻസ് വെച്ച് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. സോ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസ് എല്ലാം തന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. ഈ മൈക്രോഗ്രീൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒന്ന് തോരൻ, നമ്മുടെ സാധാ തോരനും, ഒന്ന് പരിപ്പ് കറിയിൽ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, ഒഴിച്ച് കറിയാണ്. അതും ഞങ്ങളുടെ ഫേവറേറ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു തോരനാണ് കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാം, സാധാ എല്ലാ തോരനും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണിതും. നല്ല ചീരയുടെ ടേസ്റ്റാണിത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സി എടുത്തു. ഇനി ആ കൂട്ടിന് ആവശ്യമുള്ളത് കുഞ്ഞുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളി എടുത്താൽ മതിയായിരിക്കും, സവോള എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി സവോളയും രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ പച്ചമുളക് നമ്മുടെ എരിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങാപ്പീര, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പീരയൊക്കെ നമുക്ക് എത്ര അരപ്പ് വേണം എന്ന് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഒരു വലിയ പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. അപ്പം ഞാൻ ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കരിയാപ്പിലയും, പിന്നെ ഉണക്കമുളകും, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ എണ്ണയിലോട്ടിട്ടൊന്ന് വഴറ്റി. പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൈക്രോഗ്രീൻസ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുറച്ച് നേരം അടച്ചു വെക്കാം, ഒന്ന് ആവി കയറാനായിട്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കണ്ടതുപോലെ തന്നെ അരപ്പ് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പം ഇത് ഞങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന, ഞങ്ങളിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കുമൊക്കെ സൈഡ് ഡിഷായിട്ട് ഈ തോരൻ കഴിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് കാണുകയുള്ളൂ. പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് ഇടുക. അപ്പോൾ അതാ നമ്മുടെ തോരൻ റെഡിയായി. നമ്മൾ സാധാ തോരൻ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇത് ഒരു റെസിപ്പിയാണ് കേട്ടോ, മൈക്രോഗ്രീൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന. ഇതുപോലെ പല റെസിപ്പീസ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ പരിപ്പ് കറിയിൽ യൂസ് ചെയ്യാം, ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ഇതും മുട്ടയും കൂടി ഇട്ട് ചീകി അങ്ങനെ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാത്തവർ പോയി കാണുക. അപ്പോൾ മൈക്രോഗ്രീൻസ് എല്ലാവരും വീട്ടിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് നട്ട് നോക്കുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.